ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഓട്സ് സ്മൂത്തിയാണ്. അപ്പോൾ വെയിറ്റ് മാനേജ്മെന്റിനായി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ തന്നെ മറക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ഓട്സ് എടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാൻ ബദാം എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ബദാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ 3 ഡേറ്റ്സിൻ്റെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്മൂത്തി വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ടോട്ടലി 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും 1/2 കപ്പ് പാല് ഞാൻ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു ബദാമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബദാമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്സും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആയാലും എടുക്കാം, ആപ്പിൾ എടുക്കാം, പഴം എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മാങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓട്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചിയ സീഡ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് സിന്നമൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഈ ഒരു തേന് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മാങ്ങക്ക് പകരം ആപ്പിൾ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ടോട്ടൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാൽ. അപ്പോൾ ഈ ഒരു സ്മൂത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് വെയിറ്റ് ലോസ് സ്മൂത്തി കഴിച്ചാലും നമ്മൾ അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയുള്ളൂ. അപ്പോൾ സാധാരണ കഴിക്കുന്ന ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള വെയിറ്റ് ലോസ് സ്മൂത്തി നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തടി കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്